അസ്സലാമു 30 ഹജ്ജുകൾ കാൽനടയായി താണ്ടി 30 പാരായണം ദിവസവും ശീലമാക്കി 6 അടി മണ്ണിൽ ഖബറൊരുക്കി അതിൽ 1000 ഖത്മുകൾ തീർത്തവരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എന്നറിയപ്പെടുന്നവർ. മഹിളാരത്നം. നോമ്പുകാരിയായിരിക്കെ റബ്ബിലേക്ക് മടങ്ങണം എന്ന് അതിയായി ആഗ്രഹിച്ചവർ. മഹദിയുടെ ഇഷ്ടം പോലെ, ആഗ്രഹം പോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ആ ഒരു സ്വപ്നത്തെ നിറവേറ്റി കൊടുത്തു. അവരുടെ ഇഷ്ടാനുസരണം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ആ ഒരു റൂഹിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. അവസാന സമയത്ത് നഫീസ ബീവിയോട് നോമ്പ് മുറിക്കാനായി വൈദ്യർ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രതികരിച്ചു: 30 വർഷമായി നോമ്പുകാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുകയോ? അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഇത്രയും മഹത്വമുള്ള ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ മുത്ത് റസൂൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തൊരു ആവശ്യമാണെങ്കിലും എന്തൊരു മുറാദാണെങ്കിലും നിങ്ങൾക്ക് നേടിക്കിട്ടില്ലേ. അപ്പോൾ ഇത്രയും മഹത്വമുള്ള ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഒരു ഫാത്തിഹ അവിടുത്തെ ആ തിരു ഹളറത്തിലേക്ക് നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അള്ളാഹ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്തരം അമലുകളെ ഈ മഹത്താക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ ജാരിയായിട്ടുള്ള സ്വതക്കയാണ് അത്. അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തിൽ ഫലം തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു അമല് തന്നെയാണിത്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിനെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുക എന്ന്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ മുറാദ് എന്താണെങ്കിലും അത് നിനക്ക് വീട്ടിൽ തരിക തന്നെ ചെയ്യും എന്നുള്ളത് മുത്ത് റസൂലിൻ്റെ വാക്കാണിത്. അവിടുത്തെ ആ വാക്കിനെ കരളിലേറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നഫീസത്തുൽ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തിരു ഹളറത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന തവണ സൂറത്ത് യാസീനോ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയോ അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസോ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് റബ്ബേ എൻ്റെ ഈ ഒരു മുറാദിനെ നീ വീട്ടിത്തരണം എന്ന് പറഞ്ഞ് ഈ മഹദിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മഹദിയുടെ പ്രത്യേകത കൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു പ്രശ്നത്തെ ഒന്ന് മാറ്റി തരണേ എന്ന് നമ്മൾ റബ്ബിനോട് ദുആ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ദുആ റബ്ബ് സുബ്ഹാനഹു തആല ഒരിക്കലും തട്ടിക്കളയൂല അല്ലേ. റബ്ബ് സുബ്ഹാനഹു തആല അതിന് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഉത്തരം നൽകും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 101 ഫാത്തിഹയോ അല്ലെങ്കിൽ ഒരു 101 ഇഖ്ലാസ് സൂറത്തോ അല്ലെങ്കിൽ ഒരു 313 ഇഖ്ലാസ് സൂറത്തോ ഇത്തരത്തിലൊക്കെ നീയത്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ എക്സാം എഴുതാൻ പോയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്കൊക്കെ ആ എക്സാം എഴുതാനും അതേപോലെ തന്നെ അതിൽ ഉന്നത വിജയം ലഭിക്കാനും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ. അവരുടെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല ഈ മഹദി ബീവിയുടെ ആ ഒരു ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ആ ഒരു ശ്രേഷ്ഠത കൊണ്ട് ആ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി തരട്ടെ. അപ്പോൾ എല്ലാവരും ഇത്തരം അമലുകളെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്നത്തെ ദിവസത്തിൽ ഒരു 313 ഇഖ്ലാസ് സൂറത്തോ അല്ലെങ്കിൽ ഒരു 313 ഫാത്തിഹ സൂറത്തോ അല്ലെങ്കിൽ ഒരു 101 ഫാത്തിഹയോ അതുമല്ലെങ്കിൽ ഒരു 11 യാസീനെങ്കിലും ആ ബീവിയുടെ തിരു ഹളറത്തിലേക്ക് നിങ്ങൾ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ, നമ്മളുടെ ആവശ്യങ്ങളെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കാനും ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കട്ടെ. കാരണം ഇത് വെറും വാക്കല്ല, എൻ്റെ വാക്കുമല്ല, ഇത് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കാണ്. അവിടുത്തെ ആ ഒരു വാക്കിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ആ ഒരു വാക്കിന് നിങ്ങളൊരല്പമെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്തോളും. ഈ ഒരു അമല് കൊണ്ട് നിങ്ങളെ പ്രയാസത്തിനെ നിങ്ങൾ മാറ്റിക്കോളും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാവരെയും ദുആകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ
വിലപ്പെട്ട ദുആകളിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്തരം അറിവുകളെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.